ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മൾ നിരന്തരമായി നിങ്ങളോട് സംസാരിക്കാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ താല്പര്യപൂർവ്വം കേൾക്കണമേ. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഒരിക്കലും സംസാരിക്കുകയില്ല. കാരണം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:37 എഴുതിയാണ്, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ന്യായവിധി കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ദൈവം ന്യായവിധിക്കായിട്ട് എന്തെങ്കിലും പറയുക എന്ന ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം കൃത്യമായിട്ട് സംസാരിക്കും. പിതാവായ ദൈവം എല്ലാ കാലത്തും, അഥവാ യഹോവയായ ദൈവം ഏക സത്യദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ്. അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എല്ലാ കാലത്തും ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുക്രിസ്തുവിൽ അനേകം ദൈവത്തിന് പുത്രന്മാരും ഉണ്ട്. ഇത് തിരുവചനം പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഏക ദൈവമെന്നും ദൈവത്തിൽ 3 ആളുകളെന്നും ദൈവം ഏകനാണെന്നും യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്നും പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്നൊക്കെ ഒരുപാട് സംവാദങ്ങൾ മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ യാതൊന്നിനും മനുഷ്യന് തൃപ്തി ലഭിക്കുന്ന ഉത്തരങ്ങളൊന്നും ഇതുവരെ കിട്ടിയതായിട്ട് അധികം പേർക്ക് അറിയത്തില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഉള്ള ഉത്തരം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നത് സ്നേഹപൂർവ്വം ക്ഷമിക്കണമേ. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി ആരും തള്ളരുത് എന്ന് ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ വചനം കേൾക്കാൻ തയ്യാറാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. സങ്കീർത്തനം 2 എഴുതിയിരിക്കുന്ന 6-ാം വാക്യം, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സീയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എൻ്റെ രാജാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഒരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ പുത്രനെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ഭൂമിയിലുള്ള രാഷ്ട്രങ്ങളെ മുഴുവൻ നിന്റെ അവകാശമായും ഭൂമിയിലെ അറ്റത്തോളം നിന്റെ കൈവശമായും ഞാൻ തരും. അവൻ പിതാവായി ഇത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ദൈവം പണ്ട്, അഥവാ പിതാവായ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരോട്, നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് അവിടുന്ന്, അഥവാ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പിതാവായ ദൈവം സകലത്തിൻ്റെ മേലും യേശുവിനെ അധികാരിയാക്കി വെച്ചു. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് വായിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ സൃഷ്ടിച്ചു. എല്ലാത്തിനും സൃഷ്ടിച്ചത് യേശുക്രിസ്തു ആണെന്നില്ല. യേശുക്രിസ്തുവിലൂടെ പിതാവ് സൃഷ്ടിച്ചു എന്ന് മാത്രമേ ബൈബിളിലുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ആ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകല ദൈവം വഹിക്കുന്നവനുമാകുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ, ശക്തിയുള്ള വചനത്താൽ എന്നാണ് പിതാവായ ദൈവം ക്രിസ്തുവിനെ വചനം കൊണ്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. വഹിക്കുന്നവനും ആകയാൽ അവൻ മനുഷ്യന്റെ സകല പാപത്തിനും പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ കയറി പിതാവിൻ മഹിമയെ വലത് വാതിരിക്കുന്നു, അഥവാ സ്വർഗത്തിൽ കയറി പിതാവിനെ വലത് വാതിരിക്കുന്നു. ഇത് സത്യമാണ്. അപ്പം അവിടെ 2 പേരും ഉണ്ട്. പിതാവ് തന്നെയാണ് പുത്രൻ എന്നും പുത്രൻ തന്നെയാണ് പിതാവ് എന്നുമൊക്കെ മണ്ടത്തരം പറയുന്ന ആളുകൾക്ക് ഇത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അതങ്ങനെ തന്നെ മനസ്സിലാക്കാമല്ലോ. 2 പേരും അവിടെ ഉണ്ട്. അവിടുന്ന് സകല ദൂതന്മാരെക്കാൾ അതിശ്രേഷ്ഠമായ അധികാരത്തിന്, നാമത്തിന് അർഹനാകത്തക്ക വിധം അവൻ എല്ലാവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. വീണ്ടും അവിടുന്ന് പറയുകയാണ്, നീ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നീ
എനിക്ക് പുത്രനും ഞാൻ നിനക്ക് പിതാവുമെന്ന് പിതാവ് ദൂതന്മാർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. യേശുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും പറയാണ്, അവിടുന്ന് ആദ്യജാതനെ, യേശു ആദ്യം ഏകജാതനായിരുന്നു, പക്ഷെ ഇപ്പോൾ ആദ്യജാതനാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൂതന്മാരെല്ലാവരും അവനെ നമസ്കരിക്കണം എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, പിതാവ് അരുളി ചെയ്യുന്നു. പിതാവ് പറയാണ്, ആദ്യജാതനായി ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് അയക്കുമ്പോൾ എല്ലാ ദൂതന്മാരും ക്രിസ്തുവിനെ നമസ്കരിക്കണം. വീണ്ടും നമുക്ക് എഴുതുകയാണ്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, 3:14, സത്യവാനും വിശ്വസ്തനും സത്യവാനും ആയ സത്യസാക്ഷിയായ സകല സൃഷ്ടിയുടെയും ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. സൃഷ്ടിയുടെ എല്ലാം ആരംഭമായ ആമേൻ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു വാസ്തവത്തിൽ സൃഷ്ടമാണെന്ന് തിരുവനന്തപുരത്ത് ഒരിടത്തുമില്ല. ഞാൻ 66-ലധികം പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. ബൈബിളാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സൃഷ്ടിച്ചു എന്നാണ് തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സ്നേഹപൂർവ്വം ഈ തിരുവചനം ശ്രദ്ധിക്കണം. നമുക്ക് തിരുവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും വേണ്ട. അതുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചും ദൈവപുത്രന്മാരെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വരെ നമുക്ക് പഠിച്ച് ബോധ്യപ്പെട്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. തുറന്നുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി സംശയരഹിതമായി കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധം നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് കുര്യാച്ചൻ മണ്ണപ്പുറം എന്നാണ്. ഞാൻ ഒരു മതത്തിലും ഒരു ജാതിയിലോ സംഘടനയിലോ ഉൾപ്പെടുന്ന ആളല്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു വിധമായ തർക്കങ്ങളും ഞാൻ തയ്യാറല്ല. കാരണം കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് സംസാരിക്കും. എൻ്റെ ഫോൺ നമ്പർ 7902831 ഒരിക്കൽ കൂടെ പറയാം, 7902831 വീണ്ടും നമുക്ക് നാളെ ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.